ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ആശ്വാസം. ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇതോടെ 3 ബലാത്സംഗ കേസുകളിലും രാഹുലിന് ജാമ്യമായി. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് നടന്നതെന്നും ഗർഭഛിദ്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണ് എന്നും നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ സ്ഥിരം കുറ്റവാളി എന്ന വാദം നിലനിൽക്കില്ലെന്നും ജസ്റ്റിസ് കൌസർ അടപ്പകത്തിന്റെ ബെഞ്ച് വ്യക്തമാക്കി. രാഹുൽ 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമാണ് കോടതിയുടെ ഉത്തരവ്. അതിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൂടി പ്രഥമ ദൃഷ്ട്യാ ആശ്വാസകരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. എന്തൊക്കെയാണെന്ന് കോടതിയിൽ സംഭവിച്ചത്? അനുജ, രാഹുലിന്റെ ജാമ്യം തടയണമെന്നും രാഹുൽ പുറത്തിറങ്ങിയാൽ വലിയ ഭീഷണി തനിക്കുണ്ടെന്നും അതിജീവിതയും രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷനും ഈ ജാമ്യത്തെ എതിർത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തിനൊരു തടസ്സമായില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കോടതി വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിച്ചു. കോടതി പറഞ്ഞത് ഈ കേസിൽ ചാറ്റുകളൊക്കെ ഞങ്ങൾക്ക് മുൻപിലുണ്ട്, അതുകൊണ്ട് തന്നെ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം എന്ന് പലയിടങ്ങളിൽ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ ശരി തെറ്റുകളിലേക്ക് പോകണമെങ്കിൽ അത് വിചാരണാ ഘട്ടത്തിലായിരിക്കും അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുക. അതോടൊപ്പം തന്നെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സമ്മതത്തോടെ, അതായത് യുവതിയുടെ സമ്മതത്തോടെയാണ് ടാബ്ലറ്റുകൾ എത്തിച്ചതെന്ന് ചാറ്റുകളിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആ സമ്മതം അത് ഭീഷണിപ്പെടുത്തി നേടിയതാണോ എന്ന കാര്യത്തിൽ അത് വിചാരണാ ഘട്ടത്തിൽ തെളിയിക്കപ്പെടേണ്ടതാണെന്നും കോടതി പറഞ്ഞു. ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 16-ാം തീയതി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം. ഫോണും പാസ്പോർട്ടും അന്വേഷണ സംഘത്തിന് കൈമാറണം. 3 ദിവസം രാഹുലിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് അനുമതിയുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിട്ടയക്കണം. 1 ലക്ഷം രൂപയും 2 ആൾ ജാമ്യത്തിലുമാണ് രാഹുലിനെ ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതേ കേസിൽ തന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ ആന്റിസിപ്പേറ്ററിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ആദ്യം അറസ്റ്റ് തടഞ്ഞു, പിന്നീട് അതിജീവിത കക്ഷി ചേർന്നു. അതിജീവിത അവരുടെ ഭാഗം പറഞ്ഞു, പ്രോസിക്യൂഷൻ അവരുടെയും ഭാഗം പറഞ്ഞു. പ്രോസിക്യൂഷൻ സ്ഥിരം കുറ്റവാളിയാണെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രയർ. പക്ഷേ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ല. കാരണം ഈ കേസാണ് ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്തത്. ഇതിനുശേഷമാണ് മറ്റ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് ആന്റിസിഡൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് പ്രോസിക്യൂഷന് തിരിച്ചടിയായത്. അങ്ങനെയാണ് രാഹുലിന് ഈ കേസിൽ ജാമ്യം ലഭിച്ചത്. രാഹുലിന് വലിയ ആശ്വാസം നൽകുന്നതാണ് ജാമ്യം. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഉത്തരവിലെ പരാമർശങ്ങളും. അനുജ, വിഷ്ണു, ഇപ്പോൾ സ്ഥിരം കുറ്റവാളിയല്ല എന്ന വാദം നിലനിൽക്കില്ല എന്ന് കോടതി പറയുമ്പോഴും ഇത് ആദ്യ ബലാത്സംഗ കേസിൽ അല്ലെങ്കിൽ ആദ്യം വന്ന പരാതി എന്നതുകൊണ്ട് മാത്രം അത് സാങ്കേതികമായി അങ്ങനെ കോടതി പറഞ്ഞു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം മറ്റു പരാതികൾ അതിന് ശേഷമാണ് വന്നത് എന്നുള്ളതിന്റെ സാങ്കേതികത്വം അതല്ലേ കോടതി ചൂണ്ടിക്കാട്ടിയത്? അനുജ, സാങ്കേതികത്വമാണ്. അതായത് ഈ കേസാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. ഈ കേസിലെ ആന്റിസിപ്പേറ്ററിയാണ്, അതായത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലെ ആന്റിസിപ്പേറ്ററിയാണ് വന്നത്. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ മറ്റു 2 കേസുകളുടെ വിവരങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ കോടതി പറഞ്ഞത് ആദ്യമായി ഇത് ഇപ്പോൾ ആദ്യത്തെ കേസാണ്. ഇതിനു മുൻപ് ആന്റിസിഡൻസ് ഒന്നും തന്നെ രാഹുലിനില്ല. ബലാത്സംഗ കേസ് രാഹുലിന്റെ പേരിലില്ല. അപ്പോൾ ഇയാൾക്ക് ആന്റിസിഡൻസ് ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന വാദം അത് സാങ്കേതികമായി അംഗീകരിക്കാനാവില്ല എന്ന് വളരെ കൃത്യമായി തന്നെ കൌസർ അടപ്പകത്ത് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ, വാദം നടക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അത് ഈ ഉത്തരവിലും വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.